ക്ഷേമ പെൻഷൻ സംബന്ധിച്ച വിഷയത്തിൽ കെ.സി. വേണുഗോപാൽ നടത്തിയ പ്രസ്താവനയും ദ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖത്തിലെ കാര്യങ്ങളും സജീവ ചർച്ചയാവുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ. ക്ഷേമ പെൻഷൻ കൊടുത്തു തീർക്കുന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് എന്നുള്ളതായിരുന്നു കെ.സിയുടെ പ്രസ്താവന. പെൻഷൻ പരിഷ്കരണം എന്ന് പറഞ്ഞ് അതിനെ ഒന്നാക്കി മാറ്റി. ഒരു പെൻഷൻ എന്നിട്ട് 1000 രൂപയാക്കി കൊടുത്തു. പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നില്ല, പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെ കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്നും സ്വർണ്ണക്കടത്തിന്റെയും തീവ്രവാദത്തിന്റെയും നാടാണ് മലപ്പുറം എന്ന് മുഖ്യമന്ത്രി പരാമർശിച്ചു എന്നുമാണ് വി.ഡി. സതീശന്റെ വിമർശനം. സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്. പ്രതിപക്ഷ നേതാവിന്റെ നിലവാരത്തിന് നിരക്കാത്ത പ്രസ്താവനയാണ് വി.ഡി. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എ. വിജയരാഘവൻ പറഞ്ഞു. ചില വിഷയങ്ങളെ അടർത്തിയെടുത്ത് ഒരു വർഗീയ ചേരുവ ചേർത്തങ്ങ് അവതരിപ്പിക്കുക. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സതീശന് മനസ്സിലായിട്ടിരുന്നില്ല. സതീശന് ഈ മലപ്പുറം ജില്ലേനെ മനസ്സിലായിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ഒരു അവകാശം കിട്ടണം എന്നുള്ള നിലയ്ക്ക് പ്രസ്താവന ഇറക്കുന്നത് എത്ര മ്ലേച്ഛമായ ഒരു സമീപനമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ UDF നേതാക്കളെ കടന്നാക്രമിച്ച PV അൻവർ ഇന്ന് ആരോപണം തിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രി മുഹമ്മദ് റിയാസിലേക്കുമാണ്. കേരളം കണ്ട ഏറ്റവും വഞ്ചകനും ഒറ്റുകാരനുമായ ആ നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ആ വഞ്ചകനെ അടിവരയിടുകയാണ്. ടീം മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.